നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെട്ട ആർട്ടിക്കിൾ 14 ആണ്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെ റൈറ്റ് ടു ഇക്വാലിറ്റി അഥവാ തുല്യതയ്ക്കുള്ള അവകാശങ്ങളെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ 14 നിയമത്തിന് മുൻപാകെയുള്ള സമത്വം എന്താണെന്ന് വിശദമായി തന്നെ നോക്കാം. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്. അതായത് നിയമത്തിന് മുൻപുള്ള സമത്വമാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം. ആർട്ടിക്കിൾ 14 says that the state shall not deny to any person equality before the law or the equal protection of the laws within the territory of India. അതായത് രാഷ്ട്രം ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്തിനകത്ത് യാതൊരാൾക്കും നിയമത്തിൻ്റെ മുൻപാകെ സമത്വമോ നിയമങ്ങളുടെ സമമായ സംരക്ഷണമോ നിഷേധിക്കുവാൻ പാടുള്ളതല്ല. ഇതാണ് ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ആർട്ടിക്കിളിൽ രണ്ട് കാര്യങ്ങൾ, ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ്, ഇത് രണ്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റാണ്. ഈ ഇക്വാലിറ്റി ബിഫോർ ലോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുൻപാകെയുള്ള സമത്വം എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് കൺസെപ്റ്റാണ്. എന്നാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കൺസെപ്റ്റാണ്. നമുക്ക് ഈ രണ്ട് കൺസെപ്റ്റുകളും എന്താണെന്ന് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇക്വാലിറ്റി ബിഫോർ ലോ അല്ലെങ്കിൽ നിയമത്തിന് മുമ്പുള്ള സമത്വം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞു, ഈ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന കൺസെപ്റ്റ് ഒരു ബ്രിട്ടീഷ് കൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്താണ് ആ ബ്രിട്ടീഷ് കൺസെപ്റ്റ് എന്നൊന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. Rule of law. The concept of equality before law is an element of the concept of rule of law propounded by A.V. Dicey, the British jurist. അതായത് ബ്രിട്ടീഷ് നിയമജ്ഞനായ A.V. Dicey മുന്നോട്ട് വച്ച റൂൾ ഓഫ് ലോ എന്ന കൺസെപ്റ്റിൻ്റെ ഒരു ഭാഗമാണ് ഈ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ റൂൾ ഓഫ് ലോ എന്ന കൺസെപ്റ്റിൻ്റെ ആശയങ്ങളെന്ന് നമുക്ക് നോക്കാം. 1. Absence of arbitrary power. That is, no man can be punished except for a breach of law. അതായത് അനിയന്ത്രിതമായ അധികാരങ്ങളൊന്നും ആർക്കും തന്നെ കൊടുത്തിട്ടില്ല. തെറ്റ് ചെയ്യാതെ ഒരു വ്യക്തിയെ ശിക്ഷിക്കുവാനും സാധിക്കുകയില്ല. രണ്ടാമത്തെ കൺസെപ്റ്റ്, ഇക്വാലിറ്റി ബിഫോർ ദ ലോ. ദാറ്റ് ഈസ് ഈക്വൽ സബ്ജക്ഷൻ ഓഫ് ഓൾ സിറ്റിസൻസ്, റിച്ച് ഓർ പുവർ, ഹൈ ഓർ ലോ, ഒഫീഷ്യൽ ഓർ നോൺ ഒഫീഷ്യൽ, ടു ദ ഓർഡിനറി ലോ ഓഫ് ദ ലാൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ ഓർഡിനറി ലോ കോഡ്സ്. നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണം എന്ന കൺസെപ്റ്റാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഉദ്യോഗസ്ഥനെന്നോ സാധാരണക്കാരനെന്നോ എന്നൊന്നും വേർതിരിവില്ലാതെ എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരായിരിക്കണം എന്ന കൺസെപ്റ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ കൺസെപ്റ്റ്, ദ പ്രൈമസി ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ദാറ്റ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ റിസൾട്ട് ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ ആസ് ഡിഫൈൻഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ ദ കോഡ്സ് ഓഫ് ലോ rather than the constitution being the source of the individual rights. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയുടെ അവകാശങ്ങൾക്കായിരിക്കും മുൻഗണന ഉള്ളത്. അതായത് ഒരു രാജ്യത്തെ ഭരണഘടന എന്ന് പറയുന്നത് വ്യക്തികളുടെ അവകാശങ്ങൾ ചേർന്നായിരിക്കും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ തിരിച്ച് ഭരണഘടനയിൽ നിന്നല്ല പൗരന്മാരുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ അർത്ഥം. വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ മുൻഗണന ഉണ്ടായിരിക്കുന്നത്. ഈ മൂന്ന് കൺസെപ്റ്റുകളും ചേർന്നതാണ് A.V. Dicey മുന്നോട്ട് വെച്ച റൂൾ ഓഫ് ലോ എന്ന കൺസെപ്റ്റ്. ഇതിൽ നിന്നാണ് നാം ഇക്വാലിറ്റി ബിഫോർ ദ ലോ എന്ന കൺസെപ്റ്റ് എടുത്തിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മളിപ്പോൾ ചർച്ച ചെയ്ത റൂൾ ഓഫ് ലോ എന്ന കൺസെപ്റ്റുകളിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും കൺസെപ്റ്റുകൾ മാത്രമാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. മൂന്നാമത്തെ കൺസെപ്റ്റ്, അതായത് പ്രൈമസി ഓഫ് ദ റൈറ്റ്സ്, അവകാശങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന എന്ന കൺസെപ്റ്റ് നമ്മൾ എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മളുടെ ഭരണഘടന രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങൾ ചേർന്നല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. പകരം ഇന്ത്യൻ ഭരണഘടന കാരണമാണ് നമുക്ക് അവകാശങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ അവകാശങ്ങളൊക്കെ നിയന്ത്രിക്കാനും എടുത്തു മാറ്റുവാനും ഒക്കെ സാധിക്കും. കാരണം ഈ ഭരണഘടന കാരണമാണ് നമുക്ക് ഇന്ത്യയിൽ അവകാശങ്ങൾ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇക്വാലിറ്റി ബിഫോർ ദ ലോ അഥവാ നിയമങ്ങളുടെ മുൻപിലുള്ള സമത്വം എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ കണ്ടതാണ് ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് കൺസെപ്റ്റ് ആയിരുന്നു. A.V. Diceyൻ്റെ റൂൾ ഓഫ് ലോ എന്ന കൺസെപ്റ്റിൽ നിന്നാണ് അത് എടുത്തിരിക്കുന്നത്.
നമ്മൾ ഇപ്പോൾ റൂൾ ഓഫ് ലോ എന്ന കൺസെപ്റ്റൊക്കെ നോക്കിയതാണ്. ഇനി ഈ നിയമങ്ങളുടെ മുൻപാകെയുള്ള സമത്വം എന്നതുകൊണ്ട് ഇന്ത്യയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. എ. ദ ആബ്സെൻസ് ഓഫ് എനി സ്പെഷ്യൽ പ്രിവിലേജസ് ഇൻ ഫേവർ ഓഫ് എനി പേഴ്സൺ. ഏതെങ്കിലും പ്രത്യേക വ്യക്തികൾക്ക് മാത്രമായി എന്തെങ്കിലും സവിശേഷ അധികാരങ്ങൾ കൊടുത്തിട്ടില്ല. ബി. ദ ഈക്വൽ സബ്ജക്ഷൻ ഓഫ് ഓൾ പേഴ്സൺ ടു ദ ഓർഡിനറി ലോ ഓഫ് ദ ലാൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ഓർഡിനറി ലോ കോർട്സ്. എന്നുവെച്ചാൽ എല്ലാ വ്യക്തികളും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്നാണ്. സി. നോ പേഴ്സൺ വെദർ റിച്ച് ഓർ പുവർ, ഹൈ ഓർ ലോ, ഒഫീഷ്യൽ ഓർ നോൺ ഒഫീഷ്യൽ ഈസ് എബോവ് ദ ലോ. ആരും നിയമത്തിന് അധീനർ അല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് പണക്കാരനോ പാവപ്പെട്ടവനോ വലിയവനോ ചെറിയവനോ ഉദ്യോഗസ്ഥരെന്നോ സാധാരണക്കാരനോ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും നിയമം ബാധകമായിരിക്കും. ഇതാണ് ഇക്വാലിറ്റി ബിഫോർ ദ ലോ എന്നതുകൊണ്ട് ആർട്ടിക്കിൾ 14 ഉദ്ദേശിക്കുന്നത്. ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി ബിഫോർ ദ ലോ എന്ന കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് അല്ലെങ്കിൽ നിയമങ്ങളുടെ സമമായ സംരക്ഷണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്. എ. ദ ഇക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് അണ്ടർ ഈക്വൽ സർക്കംസ്റ്റാൻസസ് ബോത്ത് ഇൻ ദ പ്രിവിലേജസ് കൺഫേർഡ് ആൻഡ് ലയബിലിറ്റീസ് ഇമ്പോസഡ് ബൈ ദ ലോസ്. തുല്യ സാഹചര്യങ്ങളിൽ പൗരന്മാർക്ക് തുല്യ പരിഗണന കൊടുത്തിരിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നിയമങ്ങൾ പ്രകാരം എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും തുല്യമായി തന്നെ അത് ബാധകമാകണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബി. ദ സിമിലർ ആപ്ലിക്കേഷൻ ഓഫ് ദ സെയിം ലോസ് ടു ഓൾ പേഴ്സൺസ് ഹു ആർ സിമിലർലി സിറ്റുവേറ്റഡ്. ഒരേ സാഹചര്യങ്ങളിൽ തന്നെ ജീവിക്കുന്നവർക്കെല്ലാം നിയമം ഒരുപോലെ തന്നെ ബാധകമായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ അതിൽ വേർതിരിവൊന്നും കാണിക്കാതെ എല്ലാ പാവപ്പെട്ടവർക്കും അത് ബാധകമായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി. ദ ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് എലൈക്ക് വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. ഈ തുല്യത എന്ന് പറഞ്ഞതുകൊണ്ട് പാവപ്പെട്ടവനും പണക്കാരനുമെല്ലാം ഒരേപോലെ അവസരങ്ങൾ കൊടുക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. പകരം ലൈക്ക് ഷുഡ് ബി ട്രീറ്റഡ് എലൈക്ക്, അതായത് ഒരേ സാഹചര്യമുള്ള ആൾക്കാരെ വേർതിരിവൊന്നും കാണിക്കാതെ ഒരുപോലെ തന്നെ പരിഗണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജനങ്ങൾക്ക് തുല്യത ഉറപ്പുവരുത്തണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോസ് എന്ന കൺസെപ്റ്റ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ആർട്ടിക്കിൾ 14 മെൻഷൻ ചെയ്തിരിക്കുന്ന ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് എന്ന രണ്ട് കൺസെപ്റ്റുകളും ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ചില ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ നോക്കാം. ബോത്ത് ഓഫ് ദം എയിം അറ്റ് എസ്റ്റാബ്ലിഷിംഗ് ഇക്വാലിറ്റി ഓഫ് ലീഗൽ സ്റ്റാറ്റസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ജസ്റ്റിസ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ രണ്ട് കൺസെപ്റ്റുകളും നിയമപരവും അവസരപരവും നീതിപരവുമായ തുല്യത ഉറപ്പുവരുത്തുവാൻ വേണ്ടിയുള്ളതാണ്. While Article 14 forbids class legislation, it permits reasonable classification of persons, objects and transactions by the law. ആർട്ടിക്കിൾ 14 തുല്യത ഉറപ്പുവരുത്തുവാൻ വേണ്ടിയുള്ളതാണ്. അതായത് പണത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ അങ്ങനെ മറ്റെന്തിൻ്റെയെങ്കിലും ബേസിസിൽ ആൾക്കാരെ വേർതിരിക്കുവാനായിട്ട് സാധിക്കില്ല. അതായത് ഒരു ക്ലാസ് ലെജിസ്ലേഷൻ നടത്തുവാനായിട്ട് സാധിക്കില്ല. പകരം ഓരോ ആൾക്കാരുടെയും സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് ഗവൺമെൻറ്റിന് നൽകാനാവുക. The Supreme Court held that the rule of law as embodied in Article 14 is a basic feature of the Constitution. Hence, it cannot be destroyed even by an amendment. ആർട്ടിക്കിൾ 14 അടങ്ങിയിരിക്കുന്ന റൂൾ ഓഫ് ലോ എന്ന കൺസെപ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് സുപ്രീം കോടതി പ്രസ്താവിക്കുകയുണ്ടായി. അതായത് ഇനിയൊരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നാൽ പോലും ആ കൺസെപ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് മാറ്റുവാൻ സാധിക്കില്ല. എക്സെപ്ഷൻസ് ടു ഇക്വാലിറ്റി. ഈ ആർട്ടിക്കിൾ 14 മെൻഷൻ ചെയ്തിരിക്കുന്ന ഇക്വാലിറ്റി എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് അല്ല, അതിന് ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ആ എക്സെപ്ഷൻസ് എന്നൊക്കെ നോക്കാം. 1. The President of India and the Governor of States enjoy some immunities. ആർട്ടിക്കിൾ 361 പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റിനും സ്റ്റേറ്റ് ഗവർണേഴ്സിനും ചില എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പ്രസിഡന്റിനും ഗവർണർമാർക്കും അവരുടെ ഒഫീഷ്യൽ ആക്ഷന് ഏതെങ്കിലും കോടതിയിൽ ഉത്തരം പറയേണ്ട ആവശ്യം ഇല്ല. അതോടൊപ്പം അവരുടെ കാലയളവിൽ അവർക്കെതിരെ യാതൊരു ക്രിമിനൽ നടപടിയും എടുക്കുവാൻ സാധിക്കില്ല. അവരുടെ ഓഫീസ് കാലയളവിൽ അവരെ അറസ്റ്റ് ചെയ്യുവാനോ ജയിലിലടയ്ക്കുവാനോ ഉള്ള ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ സാധിക്കില്ല.
അവരുടെ പേരിൽ എന്തെങ്കിലും സിവിൽ കേസസ് പ്രൊസീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് 2 മാസത്തെ പ്രയർ നോട്ടീസ് കൊടുക്കണം. ഇതൊക്കെയാണ് അവരുടെ പേരിലുള്ള എക്സെപ്ഷൻസ്. 2. No person shall be liable to any civil or criminal proceedings in any court in respect of the publication in a newspaper or by radio or television of a substantially true report of any proceedings of either House of Parliament or either House of the Legislature of a state. Article 361A. ഇത് പ്രകാരം പാർലമെന്റിന്റെയോ നിയമസഭകളുടെയോ നടപടികൾ ഏതെങ്കിലും പത്രത്തിലോ ടെലിവിഷനിലോ ശരിയായ റിപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു വ്യക്തിക്കെതിരെ എന്തെങ്കിലും നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3. No member of parliament shall be liable to any proceedings in any court in respect of anything said or any vote given by him in parliament or any committee thereof. Article 105. പാർലമെന്റിന്റെ അംഗങ്ങൾ പാർലമെന്റിൽ എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ വോട്ട് ചെയ്തു എന്ന കാരണം കൊണ്ട് ഒരു കോടതിയിലും നിയമ നടപടിക്ക് വിധേയരാക്കുവാൻ സാധിക്കില്ല എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. 4. No member of the legislature of a state shall be liable to any proceedings in any court in respect of anything said or any vote given by him in the legislature or any committee thereof. Article 194. പാർലമെന്റിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നിയമസഭയിലെ ഏതെങ്കിലും അംഗം നിയമസഭയിൽ എന്തെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ വോട്ട് ചെയ്തു എന്നതിൻ്റെ കാരണം കൊണ്ട് ഏതെങ്കിലും കോടതിയിൽ നിയമ നടപടികൾക്ക് വിധേയനാക്കുവാൻ സാധിക്കില്ല. 5. Article 31C is an exception to Article 14. It provides that the laws made by the state for implementing the directive principles contained in Clause B or Clause C of Article 39 cannot be challenged on the ground that they are violative of Article 14. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശക തത്വങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ആർട്ടിക്കിൾ 14 തുല്യതയെ ഹനിക്കുന്നു എന്നതുകൊണ്ട് അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ആർട്ടിക്കിൾ 14 ഒരിക്കലും ഒരു തടസ്സമാകില്ല എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. 6. The foreign sovereigns, rulers, ambassadors and diplomats enjoy immunity from criminal and civil proceedings. വിദേശ രാജ്യങ്ങളുടെ പരമാധികാരികളും അംബാസഡർമാരും നയതന്ത്ര വിദഗ്ധരുമൊക്കെ ക്രിമിനൽ ആൻഡ് സിവിൽ നടപടികൾക്ക് വിധേയരാകുന്നതല്ല. അവർക്കെല്ലാം ഒരു സർട്ടൻ ഇമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. 7. The UNO and its agencies enjoy the diplomatic immunity. ഇത് പ്രകാരം യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനും അതിൻ്റെ ഏജൻസികൾക്കുമെല്ലാം തന്നെ ഒരു ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കും ഒരു എക്സെപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ആർട്ടിക്കിൾ 14 കൊടുത്തിരിക്കുന്ന ഇക്വാളിറ്റി എന്ന കൺസെപ്റ്റിന് ഉള്ള എക്സെപ്ഷൻസ്. ഈ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.